പറയുന്നുണ്ടായിരുന്നു. ഓരോ സീറ്റിനും പുറകെ മറഞ്ഞിരിക്കുന്നു ഒരു അടയാളം. പല വർഷങ്ങളായി സത്യം മറഞ്ഞിരുന്നു ആ നിശബ്ദമായ തിയേറ്ററിനകത്ത്. ഒരാത്മാവ് അലഞ്ഞുകൊണ്ടിരുന്നു തന്റെ യാത്രയിൽ. ആരാണോ തെറ്റ് ചെയ്തത് അവൻ തന്നെ പേടി കൊണ്ട് കുടുങ്ങി. അവനുള്ള ശിക്ഷയായി മാറി ഇരുട്ടവനെ വിഴുങ്ങിക്കളഞ്ഞു. ദിശ തന്റെ ഓഫീസിൽ ഇരിക്കുകയായിരുന്നു. അവൾ തന്റെ ഫോൺ നോക്കുകയായിരുന്നു. അപ്പോഴാണ് അവളുടെ കൂട്ടുകാരി യാഴിനി അവിടേക്ക് വന്നത്. അവളുടെ കയ്യിൽ ഒരു ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നു. ദിശ അവളെ നോക്കി. എന്നിട്ട് ഒരു ചെറിയ പുഞ്ചിരിയോടെ അവൾ അവളെ സ്വാഗതം ചെയ്തു. അല്ല, നീയോ? അതെ അതെ, ഞാൻ തന്നെയാ. നിനക്ക് സുഖം തന്നെ? എനിക്ക് സുഖം. നിനക്കോ? എനിക്കും സുഖം തന്നെ. ശരി, PS1 ഒക്കെ എങ്ങനെ പോകുന്നു? അതിനെക്കുറിച്ച് എന്തു പറയാനാ? ഒരു കേസുമില്ല. എത്ര ദിവസം ഇങ്ങനെ പോകുമോ എന്തോ. ഇനിയൊരു മാസം കൂടി ഇങ്ങനെ ഇരുന്നാൽ ഞാൻ ഇതൊക്കെ ക്ലോസ് ചെയ്തിട്ട് എന്റെ സോഫ്റ്റ്വെയർ പ്രൊഫഷനിൽ വീണ്ടും ചേരേണ്ടതായി വരും. പക്ഷെ എനിക്കതിൽ താല്പര്യമില്ല. അങ്ങനെ നടക്കാതിരിക്കാൻ എന്റെ കയ്യിൽ ഒരു നല്ല പ്ലാൻ ഉണ്ട്. ശരിക്കും നേരാണോ? എന്താ പ്ലാന്? യാഴിനി ന്യൂസ് പേപ്പർ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചു. ദിശ അതിലെ ഹെഡ്ലൈൻ വളരെ ശ്രദ്ധിച്ചു നോക്കി. ഹെഡ്ലൈനിൽ എന്തുണ്ടായിരുന്നെന്നാൽ, സിനിമാ തിയേറ്ററിനകത്ത് വീണ്ടും ഒരു വിചിത്രമായ മരണം. നീ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇത് 4 ദിവസത്തിന് മുൻപേ വന്ന ന്യൂസ് ആണല്ലേ? അതെ, കടന്ന 3 മാസങ്ങൾക്കകത്ത് ഇത് തിയേറ്ററിനകത്ത് നടക്കുന്ന 6ാമത്തെ മരണമാണ്. എൻ്റെ ഒരു റിലേറ്റീവ് അവിടെ ജോലി ചെയ്യുകയാണ്. അദ്ദേഹമാണ് ഇതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞത്. നേരാണോ? പക്ഷേ ഈ കാര്യം ആദ്യമായിട്ടാണ് പുറത്തു വരുന്നത് അല്ലേ? അതെ, ഇതിനു മുൻപേ നടന്ന മരണത്തിലൊക്കെ തിയേറ്റർകാർ അവർക്ക് കാശ് നൽകി അവരുടെ വായ അടച്ചു കളഞ്ഞു. അത് കേസായില്ല. ഇൻട്രസ്റ്റിംഗ്. എന്റെ റിലേറ്റീവ് ആണ് പറഞ്ഞത്. തിയേറ്ററിൽ സ്ക്രീൻ നമ്പർ 3-ൽ ഒരു പിശാചുണ്ടെന്ന്. ഇതിനെക്കുറിച്ച് പുറത്ത് ആരോടും പറയരുതെന്ന് അദ്ദേഹം പറഞ്ഞു. അത് ശരി, ഇതൊക്കെ നടക്കുമോ? ഇത്ര വലിയ കാര്യം മറച്ചു വെച്ചിരിക്കുന്നു. ഈ തിയേറ്ററിന്റെ മുതലാളി ആരാണെന്ന് നിനക്കറിയാമോ? അതാരാണ്? എക്സ് ഗാങ്സ്റ്ററിന്റെ MLA ചന്ദ്രപ്രകാശ് മിശ്ര. ഒരുപക്ഷെ അദ്ദേഹം ഇതിൽ ഇൻവോൾവ് ആയിരുന്നാൽ? ദിശ യാഴിനിയെ നോക്കി. എന്നിട്ട് അതെ എന്ന് തല അനക്കി. രണ്ടുപേരും വീണ്ടും ആ ന്യൂസ് പേപ്പറിലെ ഹെഡ്ലൈൻ ശ്രദ്ധിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആഗ്രയിലെ പ്ലാറ്റ്ഫോമിൽ ഒരു ട്രെയിൻ വന്നു. ട്രെയിനിൽ നിന്നും ഇറങ്ങിയത് ദിശ. അവൾ ഈ തിയേറ്ററിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ശേഖരിക്കാൻ വേണ്ടി ആഗ്ര വന്നിരിക്കുകയാണ്. അവളുടെ കയ്യിൽ ഒരു ഡഫിൾ ബാഗ് ഉണ്ടായിരുന്നു. അന്ന് വൈകുന്നേരം തന്നെ ദിശ ഒരു ഓട്ടോറിക്ഷയിൽ തിയേറ്ററിന്റെ വാതിൽക്കൽ ചെന്നു. അവൾ തിരിഞ്ഞ് ഓട്ടോക്കാരനോട് എത്രയായെന്ന് ചോദിച്ചു. എത്ര ഏട്ടാ? 250 രൂപയാണ്. ദിശ തന്റെ ഹാൻഡ് ബാഗ് ഓപ്പൺ ചെയ്തു. അദ്ദേഹത്തിന് കാശ് നൽകാൻ കാശ് തേടുകയായിരുന്നു. അത് ശരി, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? ഇവിടെ പ്രേതമുണ്ടെന്ന് പറയുന്നു. അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി വന്നതാണ്. ചില കാര്യങ്ങളുണ്ട് മാഡം, അതിനെപ്പറ്റി അറിയാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. നിങ്ങൾ എന്താ പറഞ്ഞത്? ഓട്ടോക്കാരൻ തിയേറ്ററിനെ നോക്കി. എന്നിട്ടൊന്നും പറയാതെ അവിടെ നിന്നും പുറപ്പെട്ടു. ദിശ കുറച്ചു സമയം അവിടെ തന്നെ നിന്നു. അവിടെ എന്ത് സംഭവിച്ചെന്ന് അവൾക്ക് മനസ്സിലായില്ല. പിന്നെ അതവൾ വലുതായി കൂട്ടാക്കാതെ തിയേറ്ററിനകത്തേക്ക് ചെന്നു. തിയേറ്ററിന്റെ ഓഫീസിൽ ദിശ MLA ചന്ദ്രപ്രകാശിനോടൊപ്പം ഇരിക്കുകയാണ്. അവൾ അദ്ദേഹത്തോട് മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. തിയേറ്ററിനെ കുറിച്ച് റിസർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പ്രേതമുണ്ടെന്നൊരു റൂമർ ഉണ്ടല്ലോ, അത് തടയാൻ ആഗ്രഹിക്കുകയാണ്. എനിക്കിത് ചെയ്യാനാകും. നിങ്ങൾ ജസ്റ്റ് എനിക്കൊരു അവസരം തരൂ. ഇവിടെ നോക്കൂ, ആവശ്യമില്ലാതെ ഏതൊരു പബ്ലിസിറ്റിയും എനിക്ക് വേണ്ട. നിങ്ങൾ ഇതിനെ നിങ്ങളുടെ പ്രൊഫൈലിന് വേണ്ടി യൂസ് ചെയ്യും, പക്ഷേ എനിക്കിതിൽ താല്പര്യമേ ഇല്ല. ശരി, അങ്ങനെ എന്താ കാര്യമെന്നാൽ ഞാൻ നിങ്ങൾക്കൊരു ഓഫർ തരാം. എന്നെ ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ അനുവദിക്കൂ. ഇവിടെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ അത് യൂസ് ചെയ്തേക്കാം. ഒരുപക്ഷെ എനിക്കൊന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് ആരോടും ഒന്നും തന്നെ പറയില്ല. ചന്ദ്രപ്രകാശ് കുറച്ചു സമയം ആലോചിച്ചു. അതിനുശേഷം ശരിയെന്ന് അദ്ദേഹം സമ്മതിച്ചു. ഇന്ന് ഒറ്റ രാത്രിയാണ്, അതിനുശേഷം നിങ്ങൾ ഇവിടെ നിന്ന് പോയേക്കണം. ദിശയും ശരിയെന്ന് അതിനെ സമ്മതിച്ചു. അവിടെ രാത്രി രഥൻ എന്ന ആളെ ദിശ കണ്ടുമുട്ടി. അദ്ദേഹം വയസ്സായ ആളാണ്. അദ്ദേഹമാണ് ആ തിയേറ്റർ നോക്കുന്നത്. അദ്ദേഹം കുറച്ച് പതുക്കെ പതുക്കെ നടന്നു വന്നു. പിന്നെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഒരു സ്ഥലത്ത് നിൽക്കില്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ഇരുമ്പ് താക്കോൽ കൂട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഓരോ വിറയലിലും അതിന്റെ ശബ്ദം കേൾക്കുന്നു. ദിശയെ പേടിയോടെയും വിഷമത്തോടെയും അദ്ദേഹം നോക്കി.
അവളുടെ കയ്യിൽ താക്കോലല്ല, അവൾക്ക് ശിക്ഷ നൽകുന്നത് പോലെ. സാറ് നിങ്ങൾക്ക് സ്ക്രീൻ 3യിലേക്ക് പോവാൻ പെർമിഷൻ തന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് കേൾക്കൂ, ഇപ്പോഴും സമയമുണ്ട്. തിരിച്ചു പോയേക്ക്. ഇവിടെ ചുമരുകൾക്കും കാതുകളുണ്ട്, പിന്നെ സ്ക്രീനിന്റെ പുറകിലും കണ്ണുകളുണ്ട്. താങ്ക്സ് രതൻ സാർ. പക്ഷെ ഞാനിവിടെ പേടിക്കാനല്ല, ജോലി ചെയ്യാൻ വന്നിരിക്കാണ്. സ്ക്രീൻ 3യുടെ വാതിൽ എവിടെയാണെന്ന് എന്നെ ഒന്ന് കാണിക്കാമോ? വാതിൽ വളരെ ചെറിയതാണ്. നിങ്ങൾ എന്റെ പുറകിലോട്ട് വരൂ. അവർ രണ്ടുപേരും ചെറിയ വെളിച്ചമുള്ള കോറിഡോറിൽ നടക്കുകയാണ്. ചുവരിലുണ്ടായിരുന്ന പഴയ ചിത്രത്തിന്റെ പോസ്റ്റർ കാണാൻ എങ്ങനെയായിരുന്നെന്നാൽ അവർ പോകുന്നത് അത് നോക്കുന്നത് പോലെയായിരുന്നു. രതൻ ഒരു വലിയ കതകിനടുത്ത് നിന്നു. അതിൽ സ്വർണ്ണ നിറത്തിൽ സ്ക്രീൻ 3 എന്ന് എഴുതിയിരിക്കുന്നു. അദ്ദേഹം കതക് തുറന്നു. ആ കതകിന്റെ ശബ്ദം ആ ഇരുട്ട് മുഴുവനും നന്നായി കേട്ടു. അദ്ദേഹം ദിശയുടെ കയ്യിൽ ഒരു ടോർച്ച് നൽകി. എന്നിട്ട് വേഗം അവിടെ നിന്നും പുറപ്പെട്ടു. ദിശ ആ ഹാളിനകത്തേക്ക് ചെന്നു. അവിടെ വളരെ തണുപ്പായിരുന്നു, ലോബിയേക്കാളും കൂടുതലായി. അവൾക്കതിൽ ശ്വസിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് വളരെ വലിയ ഹാളാണ്. സീറ്റുകളൊക്കെ മുകൾ ഭാഗം വരെ വരി വരിയായി പോകുന്നുണ്ട്. അവൾ ടോർച്ച് ഓൺ ചെയ്തിട്ട് നടുക്കുള്ള പാത വഴി മുന്നിലോട്ട് നടന്നു. അവൾ നടക്കുന്ന ശബ്ദം കാർപെറ്റിൽ കേൾക്കാൻ തുടങ്ങി. അവൾ റോ നമ്പർ D വരെ പോയി. പിന്നെ അതിന്റെ വെളിച്ചം സീറ്റ് D23യിൽ തന്നെ നിന്നു. സീറ്റ് കാണാൻ സാധാരണമായിരുന്നു, പക്ഷെ അതിനടുത്ത് വല്ലാത്തൊരു ശാന്തതയുണ്ടായിരുന്നു. അവൾക്ക് ആ ഹെഡ്ലൈൻ ഓർമ്മ വന്നു. അവൾ തന്റെ ടെസിൽ ബാഗ് തുറന്നു. തന്റെ സാധനങ്ങൾ എടുക്കാൻ തുടങ്ങി. അവൾ പൂജ സാധനങ്ങൾ ഒന്നും എടുത്തില്ല. അതൊരു തെർമൽ ക്യാമറ, പിന്നെ ലാപ്ടോപ്പ് പുറത്തെടുത്തു. അവൾ സീറ്റ് നമ്പർ D23യുടെ അടുത്ത് സെൻസർ വെച്ചു. പിന്നെ തൊട്ടടുത്ത സീറ്റിൽ ഒരു റെക്കോർഡർ വെച്ചു. അങ്ങനെ ഇവിടെ എന്തെങ്കിലും ഉണ്ടായാൽ തീർച്ചയായും ഒരു എനർജി സിഗ്നേച്ചർ കിട്ടുന്നതാണ്. അത് ശരിക്കും പിശാചാണോ അല്ലെങ്കിൽ വെറും ഒരു തോന്നലോ? ഡേറ്റ തീർച്ചയായും നുണ പറയില്ല. ദിശ ടൈപ്പ് ചെയ്യാൻ തുടങ്ങിയതും ലാപ്ടോപ്പിന്റെ കീ ശബ്ദം ഒരേ ലൈനിൽ പോവുകയായിരുന്നു. പെട്ടെന്ന് അവളുടെ സ്ക്രീനിലെ ചൂട് 18 ഡിഗ്രിയിൽ നിന്നും 4 ഡിഗ്രിയായി കുറഞ്ഞു വന്നു. അതേ സമയത്ത് തറയിൽ ഒരു ചെറിയ ഘനമായ ശബ്ദം കേൾക്കാൻ തുടങ്ങി. ആ ഹാളിലുണ്ടായിരുന്ന സ്ക്രീൻ ഇതുവരെ അനങ്ങാതെയിരുന്നു. പെട്ടെന്ന് അതിൽ ചെറിയ തിളക്കം വന്നു. അത് വലിയ തിളക്കമല്ല, പക്ഷെ ചെറിയ പച്ച നിറത്തിൽ ഒരു തിളക്കം അതിലുണ്ടായി. ദിശ ലാപ്ടോപ്പിലുണ്ടായിരുന്ന തന്റെ ശ്രദ്ധ മുകളിലോട്ട് നോക്കി. തെർമൽ ക്യാമറയിൽ സ്ക്രീനിനു മുന്നിലായി ഒരു വലിയ രൂപം കണ്ടു. പക്ഷേ കണ്ണിൽ അവിടെ ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല. അവൾ ടോർച്ച് എടുത്ത് ആ സ്ക്രീനിലേക്ക് അടിച്ചു. ആ തിളക്കം കാണാതെയായി. പക്ഷെ അതിന്റെ സ്ഥാനത്ത് ഒരു ശബ്ദം കേൾക്കാൻ തുടങ്ങി. പോപ്കോൺ തിളക്കുന്ന ശബ്ദം. ഈ ശബ്ദം സീറ്റ് നമ്പർ D23യിൽ നിന്നാണ് വരുന്നത്. ദിശ പതുക്കെ ടോർച്ച് ആ സീറ്റിനടുത്തേക്ക് തിരിച്ചു. സീറ്റ് കാലിയായിരിക്കുന്നു, പക്ഷെ സീറ്റിന്റെ തുണി അമർത്തിയതുപോലെ ഇരിക്കുന്നു. ആരോ അതിൽ ഇരിക്കുന്നത് പോലെ. അവിടെ ഇരിക്കുന്നത് ആരാണ്? ആരായാലും ശരി, മുന്നിലോട്ട് വരൂ. പോപ്കോൺ കഴിക്കുന്ന ശബ്ദം പെട്ടെന്ന് നിന്നു. അതേസമയം മുറിയിൽ ഒരു തണുത്ത കാറ്റ് വീശാൻ തുടങ്ങി. പക്ഷെ അതിനകത്ത് യാതൊരു ജനലോ കതകോ തുറന്നിട്ടില്ലായിരുന്നു. പെട്ടെന്ന് തൊട്ടടുത്ത സീറ്റിലുണ്ടായിരുന്ന റെക്കോർഡർ തന്നെ സംസാരിക്കാൻ തുടങ്ങി. പക്ഷെ അതിൽ നിന്നും ആ ശബ്ദം കേട്ടില്ല. അതായത് ദിശ റെക്കോർഡ് ചെയ്തത്. ദിശ ഉടനെ ആ റെക്കോർഡർ എടുത്തു. അത് ശ്രദ്ധിച്ച് കേൾക്കാൻ തുടങ്ങി. അവൾക്ക് മനസ്സിലായി അതിൽ ആരുടെയോ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന്. പക്ഷെ ക്ലിയറായി മനസ്സിലായില്ല അവൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന്. പുറകിൽ എവിടെയോ പ്രൊജക്ടർ ഓടുന്ന ശബ്ദവും അവൾക്ക് കേൾക്കുന്നുണ്ട്. ദിശയ്ക്ക് മനസ്സിലായി ഇതുമായി എന്തോ ബന്ധം പ്രൊജക്ടർ റൂമിൽ ഉണ്ടെന്ന്. അവൾ ഉടനെ എണീറ്റു. എന്നിട്ട് വേഗം പ്രൊജക്ടർ റൂമിലേക്ക് അവൾ ഓടി. ദിശ പ്രൊജക്ടർ റൂമിലേക്ക് ചെന്നു. ആ മുറി ചെറുതായിരുന്നു, പക്ഷെ എന്തോ കത്തി എരിഞ്ഞ ഒരു സ്മെൽ അവിടെ നിന്നും വന്നു. നടുക്ക് ഒരു പഴയ 35mm പ്രൊജക്ടർ ഉണ്ടായിരുന്നു. ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്താണെന്നാൽ ആ പ്രൊജക്ടർ തന്നെ റണ്ണാവുകയാണ്. അതിന്റെ പുറകിൽ ആരുമില്ല, എന്നാലും അതിന്റെ റീൽസ് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അവൾ പതുക്കെ മെഷീനടുത്തേക്ക് ചെന്നു. അവളുടെ മനസ്സ് വല്ലാതെ പിടയ്ക്കുകയാണ്. അവൾ താഴെ ഹാളിനകത്തേക്ക് നോക്കാൻ വേണ്ടി ഒരു ചെറിയ കണ്ണാടി വഴി കുനിഞ്ഞു നോക്കി. അവിടെ നിന്ന് നോക്കിയപ്പോൾ അവൾക്ക് സീറ്റ് നമ്പർ D23യിൽ ആരോ ഇരിക്കുന്നത് പോലെ കണ്ടു. അതൊരു ആണാണ്.
അവൻ വളരെ പഴയ കീറിയ പ്രൊജക്ടർ ഓട്ടിക്കുന്ന ഡ്രസ് ഇട്ടിരിക്കുന്നു. അവൻ നേരെ അവളെ നോക്കുകയായിരുന്നു. നീ ആരാണ്? നിനക്ക് എന്താണ് വേണ്ടത്? അവൻ ഒന്നും തന്നെ മറുപടി പറഞ്ഞില്ല. അതിനു പകരം പ്രൊജക്ടർ ലെൻസിൽ നിന്നും കണ്ണു ചിമ്മുന്നത് പോലെ ഒരു വെളിച്ചം പുറപ്പെട്ടു. ദിശ തന്റെ കണ്ണുകളെ കൈകൊണ്ട് മൂടിപ്പിടിച്ചു. കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം ദിശ പ്രൊജക്ടർ റൂമിൽ എണീറ്റു. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അവിടെ ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന്. പിന്നെ വേഗം എണീറ്റു. എന്നിട്ട് താഴെ ഹാളിനെ അവൾ എത്തി നോക്കി. പക്ഷേ ഇപ്പോൾ അവിടെ ആരും തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ അവൾക്ക് മനസ്സിലായി ഇത് അവൾ കരുതിയതിനേക്കാളും വളരെ ഭയങ്കരമാണെന്ന്. പിന്നെ അവൾ ആ റൂമിൽ നിന്നും പുറത്തു വന്നു. ദിശ വീണ്ടും അതേ സ്ഥലത്തേക്ക് വന്നു. എവിടെയാണോ അവളുടെ സാധനം വെച്ചത് അവിടേക്ക്. അവൾ വേഗം വേഗം തന്റെ ബാഗ് പാക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെ അവൾ എല്ലാ മെഷീനും ഓഫ് ചെയ്തു. അവൾ പുറത്തേക്ക് പോകാനായി എണീറ്റപ്പോൾ മുന്നിലുണ്ടായിരുന്ന സ്ക്രീൻ തന്നെ ഓടാൻ തുടങ്ങി. അതിലൊരു ഫുട്ടേജ് ഉണ്ടായിരുന്നു, ഏതോ CCTV റെക്കോർഡിംഗ് പോലെ. അതിൽ എന്ത് ഡേറ്റ് ഇട്ടിരുന്നെന്നാൽ മാർച്ച് 21, 2011. സ്ക്രീനിൽ തിയേറ്ററിന്റെ പ്രൊജക്ഷൻ റൂമാണ് കണ്ടത്. അവിടെ ചെറുപ്പത്തിലുള്ള ചന്ദ്രപ്രകാശ് മിശ്ര നിൽക്കുകയായിരുന്നു. ഉണങ്ങിയതുപോലെ കുറച്ച് ഭയങ്കരമായി അദ്ദേഹം ഒരു യുവാവായി അവനോട് തർക്കിക്കുകയായിരുന്നു. അവനാണ് അവിടുത്തെ പ്രൊജക്ടർ റൺ ചെയ്യുന്നത്. ഞാൻ ഒരുപാട് പ്രാവശ്യങ്ങൾ പറഞ്ഞിട്ടും എൻ്റെ മകളെ നീ ഫോളോ ചെയ്യുന്നല്ലേ? നീ ചെയ്ത തെറ്റിന് ഞാൻ തീർച്ചയായിട്ടും ശിക്ഷ തരും. നേതാ സർ, ഞാൻ സത്യം പറയുന്നു. ഞാൻ ആഷികാവിനെ ശരിക്കും പ്രേമിക്കുന്നുണ്ട്. ഞാൻ അവളെ എപ്പോഴും സന്തോഷമായിട്ട് നോക്കിക്കോളും. പ്രേമഭ്രാന്ത് നിന്റെ തലയിലേക്ക് ഏറിയിട്ടുണ്ട്. അത് നിന്റെ തലയിൽ നിന്ന് ഞാൻ ഇറക്കിയേ പറ്റുള്ളൂ. എന്താ പറയുന്നത്? ചന്ദ്രപ്രകാശ് അവന്റെ കഴുത്തിൽ പിടിച്ചു. എന്നിട്ട് പ്രൊജക്ടർ ഓഫ് ചെയ്തു. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ചന്ദ്രപ്രകാശ് പതുക്കെ പതുക്കെ അവന്റെ തല പ്രൊജക്ടറിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ആ വലിയ ചക്രത്തിനടുത്തേക്ക് കൊണ്ടുപോയി. നേതാ സർ, വേണ്ട. പിന്നെ അതോടെ ചന്ദ്രപ്രകാശ് അവന്റെ തലയെ ആ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചക്രത്തിൽ വെച്ച് നന്നായി അമർത്തി. അതുകൊണ്ട് അവന്റെ തല പല കഷ്ണങ്ങളായി മുറിഞ്ഞു. രക്തം തെറിച്ച് ആ പ്രൊജക്ഷൻ റൂമിന്റെ ചുമരുകളിലും പിന്നെ ചന്ദ്രപ്രകാശിന്റെ മുഖത്തും വന്നു കൊണ്ടു. കുറച്ചു സമയത്തിനകം ചന്ദ്രപ്രകാശ് സ്ക്രീൻ നമ്പർ D23 ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് രമൻ അവിടേക്ക് വന്നത്. ചന്ദ്രപ്രകാശ് അമന്റെ ശരീരം ഒരു ചാക്കിൽ കെട്ടിവെച്ചു. പിന്നെ രമൻ അതിനെ പുറത്തേക്ക് കൊണ്ടുപോയി. അതിനുശേഷം സ്ക്രീൻ ഓഫായി. സത്യം അറിഞ്ഞതും ദിശ ശരിക്കും ഞെട്ടിപ്പോയി. അവൾ അവിടെ തന്നെ ഇരുന്നു പോയി. അതായത് അവൾ സ്തംഭിച്ചു പോയതുപോലെ. ഇതൊരു വെറും പ്രേതത്തിന്റെ കഥയല്ല, ഇതൊരു കൊലപാതകമാണ്. ഇതിവർ മറച്ചിരിക്കുകയാണ്. അവന്റെ ആത്മാവ് സത്യം പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു ശബ്ദത്തോടെ കതകു തുറന്നു. ദിശ പേടിച്ച് തിരിഞ്ഞു നോക്കി. അവിടെ ചന്ദ്രപ്രകാശ് നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ സൈലൻസർ തോക്ക് വെച്ചിരിക്കുകയായിരുന്നു. അത് നേരെ ദിശയെ ഉന്നം വെച്ചിരുന്നു. ഞാൻ മുൻപേ പറഞ്ഞല്ലേ ദിശ, നീ നിന്റെ പ്രൊഫൈലിന് വേണ്ടി ഇത് യൂസ് ചെയ്യുമെന്ന്. നീ ഏതാണോ കാണാതിരിക്കുന്നത് അത് നീ ഇപ്പോൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നീ എൻ്റെ ഈ സിനിമയുടെ ഭാഗമായി മാറിയിട്ടുണ്ട്. നിങ്ങൾ അവനെ കൊന്നിരിക്കുകയാണ്. അതെ, കൊന്നുകളഞ്ഞോ. ഇപ്പോൾ അടുത്തത് നീയാണ്. നീ ഇപ്പോൾ മുകളിലേക്ക് പോയിട്ട് നിന്റെ വിചാരണ നടത്തിയേക്ക്. ചന്ദ്രപ്രകാശ് മുന്നിലോട്ട് ചെന്നു. അദ്ദേഹത്തിന്റെ വിരൽ തോക്ക് അമർത്തുന്ന സ്ഥലത്തായിരുന്നു. ദിശ അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് പിന്നിലോട്ട് നടന്നു. ഒരുപക്ഷെ ഞാൻ മരിച്ചാൽ ഈ ഡേറ്റ എല്ലാം ക്ലൗഡിലേക്ക് പോകും. നീ ചെയ്ത കാര്യങ്ങളെല്ലാം ലൈവ് ന്യൂസിൽ വരും. ഇവിടെ ഏതൊരു നെറ്റ്വർക്കും ഇല്ല മോളെ. ഞാൻ ഇവിടെ ജാമർ വെച്ചിട്ടുണ്ട്. നിന്റെ കഴിവുകളൊക്കെ ഇങ്ങനെ പണി ചെയ്യില്ല മോളെ. ചന്ദ്രപ്രകാശ് അദ്ദേഹത്തിന്റെ കണ്ണ് അവളുടെ കണ്ണിന് മുന്നിൽ കൊണ്ടുവന്നപ്പോൾ പെട്ടെന്ന് ആ മുറി മുഴുവൻ ഇരുട്ടായി മാറി. ലൈറ്റ്സ് എല്ലാം ഓഫായി. തിയേറ്ററിന്റെ ചുമരുകളിൽ നിന്നും ഒരു വിചിത്രമായ ഭയങ്കരമായ ശബ്ദം കേൾക്കാൻ തുടങ്ങി. ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല. ചന്ദ്രപ്രകാശ് പേടിയിൽ ഇരുട്ടത്ത് 3 പ്രാവശ്യം ഷൂട്ട് ചെയ്തു. പിന്നെ വേഗം അദ്ദേഹം തന്റെ ഫോൺ എടുത്ത് ചുറ്റിലും അടിച്ചു നോക്കി. പക്ഷെ അദ്ദേഹത്തിന്റെ കണ്ണിനൊന്നും കണ്ടില്ല. ഇതിനിടയ്ക്ക് അദ്ദേഹത്തിന് തോന്നി തന്റെ പുറകിൽ ആരോ നിൽപ്പുണ്ടെന്ന്. അദ്ദേഹം ഉടനെ തിരിഞ്ഞ്
വീണ്ടും ഒരു വട്ടം ഷൂട്ട് ചെയ്തു. അദ്ദേഹം ഒരു ചെറിയ പുഞ്ചിരിയോടെ മുന്നിലോട്ട് നടന്നു ചെന്നു. അദ്ദേഹം കരുതി ദിശ ഇപ്പോൾ തറയിൽ വീണു കിടക്കുകയായിരിക്കുമെന്ന്. ഞാൻ പറഞ്ഞല്ലേ എന്റെ അടുത്ത് ശല്യം ചെയ്യണ്ടെന്ന്. ഞാൻ വളരെ മോശമായവനാണ്. അദ്ദേഹം മൊബൈലിലെ ടോർച്ച് തറയിൽ അടിച്ചു നോക്കി. പക്ഷെ അദ്ദേഹത്തിന് ഒന്നും കാണാനായില്ല. അദ്ദേഹം ആ ടോർച്ച് മുകളിലേക്ക് പൊക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ പേടി കൊണ്ട് നിറഞ്ഞുപോയി. അദ്ദേഹത്തിന് മുന്നിൽ അമന്റെ ആത്മാവ് നിൽക്കുകയായിരുന്നു. ഇല്ല ഇല്ല, ഇത് സാധ്യമല്ല, ഇത് നടക്കാൻ സാധ്യമല്ല. അദ്ദേഹം മൊബൈലിലെ ടോർച്ച് അടിച്ചുകൊണ്ട് പുറകിലോട്ട് നടന്നു. പക്ഷെ അവിടെ ആരുമില്ലായിരുന്നു. അദ്ദേഹം വേഗം പ്രൊജക്ഷൻ റൂമിലേക്ക് നോക്കി. അവിടെ ഒരു നിഴൽ അദ്ദേഹം കണ്ടു. ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. എന്നെ പേടിക്കുന്നു നീ. അദ്ദേഹം പ്രൊജക്ഷൻ റൂമിലിരിക്കുന്ന വശത്തേക്ക് ഓടി. ചന്ദ്രപ്രകാശ് പ്രൊജക്ഷൻ റൂമിലേക്ക് ചെന്നു. എന്നിട്ട് ലൈറ്റ് ഓൺ ചെയ്തു. പുറത്ത് വാ. എവിടെയാണ് മറിഞ്ഞിരിക്കുന്നത്? നീ ശരിക്കും നിന്റെ അമ്മ പാല് കുടിച്ചിരുന്നാൽ എന്റെ മുമ്പിലോട്ട് വന്ന് നിൽക്കൂ. ഓർമ്മ വെച്ചോളൂ, നീ എപ്പോഴാണ് എന്റെ മുൻപിലോട്ട് വരുന്നത്? 8 വർഷങ്ങൾ മുൻപ് അവനെ ഞാൻ എങ്ങനെ കൊന്നോ അതേപോലെ നിന്നെയും കൊന്നേക്കും. അദ്ദേഹത്തിന്റെ പുറകിലുണ്ടായിരുന്ന കഥക് തന്നെ മൂടി. അദ്ദേഹം ഉടനെ ആ കഥകിനടുത്തേക്ക് ഓടി. പിന്നെ അകത്തു നിന്നും ആ കഥകിനെ ശക്തമായി തട്ടാൻ തുടങ്ങി. ചേടാ, കഥക് തിരക്ക്. എന്നെ ഇങ്ങോട്ടൊന്ന് പോകാൻ അനുമതിക്ക്. പെട്ടെന്ന് ലൈറ്റൊക്കെ അണഞ്ഞണഞ്ഞ് കത്തി. അതേസമയം പ്രൊജക്ടറിന്റെ ചക്രം തന്നെ കറങ്ങാൻ തുടങ്ങി. തിളങ്ങുന്ന ആ വെളിച്ചത്തിൽ ചന്ദ്രപ്രകാശ് അവനെ കണ്ടു. ഉടനെ അദ്ദേഹത്തിന് പേടി അധികമാകാൻ തുടങ്ങി. പെട്ടെന്ന് തറയിലുണ്ടായിരുന്ന റീൽസൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ദേഹത്ത് ചുറ്റാൻ തുടങ്ങി. ഇത് കണ്ടിട്ട് അദ്ദേഹം ശരിക്കും പേടിച്ചുപോയി. ഇല്ല ഇല്ല, ഇങ്ങനെ എന്താണ് നടക്കുന്നത്? ഇല്ല. അതിനിടയ്ക്ക് മൊത്തമായി അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ചുറ്റി. പിന്നെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനായില്ല. ഇതേ സമയം അദ്ദേഹത്തിന്റെ പുറകിൽ അമന്റെ ആത്മാവ് നിൽക്കുകയായിരുന്നു. അമന്റെ കണ്ണുകളിൽ ദേഷ്യം നിറഞ്ഞിരുന്നു. ചന്ദ്രപ്രകാശിന്റെ ശരീരത്തിൽ ചുറ്റിയിരുന്ന റീൽസ് എല്ലാം ഓടിക്കൊണ്ടിരിക്കുന്ന ചക്രത്തിൽ കയറി. പിന്നെ അതോടൊപ്പം ചന്ദ്രപ്രകാശിന്റെ മരണവും അതുപോലെ തന്നെ നടന്നു. 8 വർഷത്തിനു മുൻപ് അമൻ എങ്ങനെയാണോ മരിച്ചത് അതുപോലെ അമന്റെ ആത്മാവ് അവിടെ തന്നെ നിന്ന് അത് നോക്കുകയായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം സ്ക്രീൻ നമ്പർ 3യുടെ ഹാളിൽ ദിശ മയങ്ങി കിടക്കുകയായിരുന്നു. ആദ്യം ആ ഭയങ്കരമായ ശബ്ദം കാരണം അവൾ തറയിൽ വീണു. പിന്നെ അവളുടെ ഭാഗ്യം ചന്ദ്രപ്രകാശിൽ നിന്നും കുറച്ചു ദൂരെയാണ് അവൾ വീണ് കിടന്നത്. പതുക്കെ അവളുടെ ഓർമ്മ തിരികെ വന്നു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ചെയറിൽ അവൾ ചെന്നിരുന്നു. അപ്പോഴാണ് അവൾ പ്രൊജക്ഷൻ റൂമിനെ ശ്രദ്ധിച്ചത്. അവിടെ അവൾ ആ അമനെ കണ്ടു. അവന്റെ മുഖം മനുഷ്യരുടെ മുഖം പോലെ ഇരുന്നു. പിന്നെ അതിൽ ശാന്തത നിറഞ്ഞിരുന്നു. ദിശയ്ക്ക് ഉടനെ മനസ്സിലായി ഇപ്പോൾ അവന്റെ ആത്മാവിന് മോചനം കിട്ടിയെന്ന്. പിന്നെ ചന്ദ്രപ്രകാശ് അതേ സ്ഥലത്തേക്ക് ചെന്നെത്തി. എവിടെ ഇരിക്കണോ അവിടെ. കുറച്ചു സമയത്തിന് ശേഷം ദിശ ആ തിയേറ്ററിൽ നിന്നും പുറത്തു വന്നു. അപ്പോഴാണ് യാഴിനി കാറും കൊണ്ടുവന്നത്. വേഗം അവളുടെ അടുത്തേക്ക് ഓടി. എന്നിട്ട് അവളെ കെട്ടിപ്പിടിച്ചു. ദിശ, നീ ഓക്കെ ആണല്ലോ? രാത്രി നിന്റെ അടുത്തു നിന്നും എമർജൻസി സിഗ്നൽ വന്നു. അതുകൊണ്ടാണ് ഞാൻ രാവിലെ ഇവിടേക്ക് വന്നത്. ദിശ പുറകിലോട്ട് തിരിഞ്ഞ് ആ തിയേറ്ററിനെ ഒരു വട്ടം നോക്കി. എല്ലാം ഓക്കെയാണ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇനി ഈ തിയേറ്ററിൽ യാതൊരു മരണവും ഉണ്ടാകില്ല. അങ്ങനെ എന്താണ് ഉണ്ടായത്? അതൊരു വലിയ കഥയാണ്, ഞാൻ പറയാം. യാഴിനി ശരിയെന്ന് സമ്മതിച്ചു. ദിശയും യാഴിനിയും രണ്ടുപേരും കാറിൽ ചെന്നിരുന്നു. പിന്നെ കാർ അവിടെ നിന്നും പുറപ്പെട്ടു.